നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഖിൽ പി ധർമ്മജന്റെ രാം കെയർ ഓഫ് ആനന്ദി വായിച്ചായിരുന്നോ? തീർച്ചയായിട്ടും. ആ നോവല് അവാർഡ് കിട്ടിയതോടുകൂടി വലിയ വിവാദത്തിൽ, അത് അവാർഡ് കിട്ടുന്നതിന് മുന്നേ വളരെ പ്രചാരം നേടി 3 ലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിഞ്ഞതായിരുന്നു. അത് അപ്പോൾ വെറുതെ ഇപ്പം അഖിൽ പി ധർമ്മജൻ തന്നെ പൈസ കൊടുത്ത് ഇത്രയും കോപ്പി വാങ്ങിച്ച് ആൾക്കാർക്ക് വിതരണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ സ്വന്തം പൈസ മുടക്കി തന്നെ ആയിരിക്കും വായിച്ചിട്ടുണ്ടാവുക. പാർത്ഥനും വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും ആൾക്കാരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയപ്പോൾ ചില മൂലകളിൽ നിന്ന് പൊട്ടലും ചീറ്റലും വരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തർക്കമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് അസൂയ കൊണ്ട് പ്രതികരിച്ചതാണെന്നും രീതിയിൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. ഒരു ചെറുപ്പക്കാരന് ഒരു അവാർഡ് കിട്ടുമ്പോൾ അതിൽ അസൂയപ്പെടാൻ ഞാനത്ര അല്പനൊന്നുമല്ല. ആ ഒരു പ്രതികരണത്തിൽ ഇതിൻ്റെ എല്ലാ മറുപടിയുമുണ്ട്. ഇപ്പോൾ പാർത്ഥൻ ആ പുസ്തകം വായിച്ചിട്ട് എന്താ തോന്നിയത്? അല്ല, വളരെ മനോഹരമായ പുസ്തകമാണ്. മുത്തുച്ചിപ്പി സ്റ്റാൻഡേർഡിലുള്ളതാണോ അത്? അല്ല, ആ രീതിയിലാണ് പല ആൾക്കാരും ഇവിടെ പ്രതികരിച്ച് കണ്ടത്. അത് ഞാൻ പറയുന്നത്, മുത്തുച്ചിപ്പി നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. പക്ഷെ എന്താണ്, എനിക്ക് അത്തരത്തിൽ കാര്യങ്ങൾ തോന്നിയിട്ടില്ല. വളരെ മികച്ച ഒരു പുസ്തകമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഏറ്റവും അധികം വിമർശിച്ച ഇന്ദു മേനോൻ എന്ന അവരും ഒരു സാഹിത്യകാരിയാണ്. അവരും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് വന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ വായിച്ചായിരുന്നു. അവർ കൃത്താർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അതായത് ഗോത്രവർഗ വിഭാഗങ്ങളുടെ പുരോഗതിക്കായി 1972 സ്ഥാപിതമായ ഒരു അതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഈ സ്ഥാപനത്തിൽ അവർ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തിരുന്നു. 1970 ദേശീയ പാറ്റേണിൽ ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻ്ററായി സ്ഥാപിതമായി. അതിനുശേഷം 1979 ഇത് കൃത്താർട്സായി പുനഃസംഘടന. ഇതെന്തിനാണ്? ഈ ഗോത്രവിഭാഗങ്ങൾ SC/ST ഉന്നമനത്തിനായി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. ഇതിൽ 2005 കരാർ അടിസ്ഥാനത്തിൽ ഇന്ദു മേനോൻ ഫാക്കൽറ്റിയായി നിയമിതയായതാണ്. അപ്പോൾ ഇവരുടെ യോഗ്യതയെക്കുറിച്ച്, ആ ജോലിക്കുള്ള ഇവരുടെ യോഗ്യത എന്തായിരുന്നു എന്നുള്ളത്, ഇവർ സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദം മാത്രമാണ് അന്ന് അവർക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവർ ഫാക്കൽറ്റിയായി അവിടെ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെറിറ്റില്ലാത്ത ഇവരുൾപ്പെടെ 5 പേരാണ്. 5 പേർക്കാണ് ഇപ്പോൾ നമ്മൾ ആശ്രിത നിയമനം എന്തിനാ ചെയ്യുന്നത്? ഒരാൾ ജോലിയിലിരുന്ന് മരിച്ചു പോകുമ്പോൾ അവരുടെ ആശ്രിതർക്ക് വേണ്ടി ജോലി കൊടുക്കുന്നതാണ്, സഹായമായിട്ട്. അതായത് സ്പെഷ്യൽ റൂൾ 39 സർക്കാർ ചെയ്യുന്നതാണത്. പക്ഷെ ഇവരെ അവിടെ സ്ഥിരപ്പെടുത്തുന്നത് ഈ റൂൾ പ്രകാരമാണ്. അപ്പോൾ ഇവർ ആ ജോലിക്ക് യോഗ്യത ഉണ്ട് എങ്കിൽ ഈ ഒരു റൂൾ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇവരെ വിമർശിച്ചവർ പറയുന്ന ഈ ഒരു കാര്യമാണ്. ഒരു എഴുത്തുകാരന് ഇത്രയും അധികം ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു നോവലിസ്റ്റിന് അവാർഡ് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ആ പുസ്തകത്തിൻ്റെ പേരിൽ റാം എന്ന ഒരു പേരുള്ളത് കൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയത് എന്ന്. അപ്പോൾ പൊതുവെ ചില ട്രോളുകൾ, ഇതിനെ തുടർന്ന് കുറേ ട്രോളുകൾ വന്നായിരുന്നു. അതിൽ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനാകണമെങ്കിൽ ഹിന്ദു വിരുദ്ധത പറയുക, അപ്പോൾ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന പരിവേഷം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ട്രോളുകളുണ്ട്. അപ്പോൾ ഈ റാം എന്ന പേരുള്ളത് കൊണ്ടാണ് ഈ ഒരു അവാർഡ് ഈ അഖിൽ പി ധർമ്മജന് കിട്ടിയത് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അല്ല, ഞാൻ അതായത് ഇന്ദു മേനോൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ്ബുക്കിൽ ഇന്ദു മേനോനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. കാരണം കുറേ കാലങ്ങളായിട്ട് എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇന്ദു മേനോൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഖിൽ പി ധർമ്മജനെയും എനിക്കറിയാം. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ഒരുപാട് ആളുകളുടെ, ഒരുപാട് കുട്ടികളുടെ, യുവാക്കളുടെ, ഇനി പ്രായഭേദമന്യ ആളുകളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥാനമേറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് എല്ലാ തരത്തിലുമുള്ള ആൾക്കാരോടും അവരോട് അതിനെ സംവദിക്കാൻ കഴിയുന്നുണ്ട്. ആ പുസ്തകത്തിന് എല്ലാ വിഭാഗം ആളുകളോടും സംവദിക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് അത്രയും കോപ്പികൾ ആ പുസ്തകം വിറ്റഴിഞ്ഞത്. ഇപ്പം തീരെ നിലവാരമില്ലാത്തൊരു പുസ്തകം എത്ര പരസ്യം ചെയ്താലും, എത്ര ഇൻസ്റ്റഗ്രാമിൽ കൂടി പ്രചരിപ്പിച്ചാലും, ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിലേ അത് കാണുന്ന പോലെയൊന്നും ഇല്ല കേട്ടോ, അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങില്ല. പക്ഷേ അതിനേക്കാൾ ഏറെയായിട്ട് റാം കെയർ ഓഫ് ആനന്ദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു സിനിമാറ്റിക് മോഡലിൽ പോകുന്ന ഒരു കഥയാണെങ്കിൽ പോലും അതിലെ ഓരോ ആളുകളുടെ
ഈ ജീവിതവും നമുക്ക് നമ്മളുടേതായിട്ട് തോന്നും. നമ്മൾ കണ്ട പലരുടെയും ജീവിതത്തിനോട് ചേർന്ന് നിന്ന് പോകുന്ന ജീവിതമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതിലെ മല്ലി എന്ന് പറയുന്ന കഥാപാത്രമായാലും റാം ആയാലും അത് നമ്മളെ എന്താണ് ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രശ്നം, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ പിന്നെ ഈ പറയുന്ന അഖിൽ പി ധർമ്മജൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാതെയാണ് ഇന്ദു മേനോൻ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നത്. എന്താ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതിൽ യുവ സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന അവാർഡ് അഖിൽ പി ധർമ്മജന് കിട്ടി, യുവ എഴുത്തുകാർക്കുള്ള അവാർഡ്. അപ്പോൾ ഇന്ദു മേനോൻ പറയുകയാണ്, ഇങ്ങനെ അവാർഡ് കിട്ടുകയാണെങ്കിൽ ഇനി മുത്തുച്ചിപ്പി എഴുതുന്ന ആളുകൾക്കും അവാർഡ് കിട്ടുമെന്ന്. എത്ര മ്ലേച്ഛമായിട്ടാണ് ഇന്ദു മേനോൻ സംസാരിച്ചതെന്ന് നോക്കൂ. കാരണം ഇവർ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഇവർ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അഖിൽ പി ധർമ്മജനും അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള നിമ്ന വിജയം ഉൾപ്പെടെയുള്ള ഒരു പുതുതലമുറ എഴുത്തുകാർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം അവരുടെ സ്റ്റാറ്റസുകൾ വരുന്നു, അവർ പല കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു, അവരുടെ അഭിമുഖങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കപ്പെടുന്നു. അതൊക്കെ കാണുമ്പോൾ ഈ എന്താണ് പരമ്പരാഗതമായി നിൽക്കുന്ന പല ആളുകൾക്കും ഉള്ളിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് അസൂയ രൂപപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. ഇത് ഇന്നല്ലേ നമ്മൾ കേൾക്കുന്നത് ഇന്ദു മേനോൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്? പക്ഷേ അല്ല. അതായത് റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങി അത് വലിയ തരത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രഹസ്യമായും പരസ്യമായും പല എഴുത്തുകാരും ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് കൂടെ കിട്ടിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സഹിക്കുന്നില്ല. അതാണ് പച്ചമലയാളം. ആ പ്രായത്തിൽ ഞാൻ ഇതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ഈ പ്രായത്തിലും അത്രത്തോളം ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ഇതായിരിക്കും. അല്ല, അത് മാത്രമല്ല, ഇന്ദു മേനോനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ആര്? ഈ പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ എഴുത്തുകാർക്കുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ആര്? ഇന്ദു മേനോൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ദു മേനോന്റെ പ്രശ്നം റാം കെയർ ഓഫ് ആനന്ദി പോലൊരു പുസ്തകത്തിന് അവാർഡ് കൊടുത്തു എന്നുള്ളതാണ്. അവിടെയും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതാരാ തീരുമാനിക്കുന്നേ? ഈ പുസ്തകങ്ങളൊക്കെ ഇന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവാർഡ് തരൂ എന്ന് പ്രത്യേക നിയമം എന്തെങ്കിലും ഈ പറയുന്ന ഭരണഘടനയിലോ അല്ലെങ്കിൽ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പാകെയുള്ള പ്രത്യേക ബൈലോയിലോ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ചിലർ ഓപ്ഷൻ പറയുന്നുണ്ട് അതിന് ഇങ്ങനെ ഒരു ഇത് വെക്കായിരുന്നു, ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കൃതി, 2K ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കൃതി, ഇങ്ങനെയൊക്കെ. ഇവർ തന്നെയല്ലേ വേടന്റെ റാപ്പർ വേടൻ ആക്സെപ്റ്റൻസ് കൊടുത്തത് ഇവരൊക്കെ തന്നെയല്ലേ? തീർച്ചയായും. അതിന് കഞ്ചാവായാലും മറ്റേ എന്ത് തെറിപ്പാട്ട് പാടിയാലും അതിനൊക്കെ ആക്സെപ്റ്റൻസ് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൃതിയെ പറ്റി സംസാരിക്കുന്നത്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വായനക്കാരാണ്, ഇങ്ങനെ സ്വാഭാവികമായി പറഞ്ഞാൽ വായനക്കാരാണ് ഒരു കൃതി നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്, ഒരു എഴുത്തുകാരുമല്ല. ഇവിടെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് കുറേ അധികം മേലാളന്മാരുണ്ട്. ഞങ്ങളാണ് ഇവിടുത്തെ സാഹിത്യ നായകന്മാർ, ഞങ്ങൾ ഈ രംഗം പിടിച്ചടക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്നും അല്ലാന്നേ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വായനക്കാരാണ് നിങ്ങളെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് വായനക്കാരാണ്. അവർ നിങ്ങളെ കൈപിടിച്ചുയർത്തിയത് കൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ആരും കൈപിടിച്ച് ഉയർത്താത്ത ആളുകൾ പോലും പൊളിറ്റിക്കൽ സപ്പോർട്ടിൻ്റെ പുറത്ത് സാമൂഹ്യ സാംസ്കാരിക നായകന്മാരായിട്ട് കയറിയിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കും പൊള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അതായത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം എഴുതി, അതുപോലെ മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്നൊരു പുസ്തകം അഖിൽ പി ധർമ്മജൻ്റെതായിട്ടുണ്ട്. രാത്രി 12-ന് ശേഷം എന്ന് പറയുന്ന ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നല്ല പുസ്തകങ്ങളാണ്, ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളാണ്. ഞാൻ പറയാം, MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 4 കെട്ട് എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിരുന്നു. ഈ പുസ്തകത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് അത് വേറൊരു ഭാഷയിൽ സംസാരിച്ചു പോകുന്ന പുസ്തകങ്ങളാണ്. ഇപ്പം ബാലാമണി അമ്മയുടെ പുസ്തകം ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമലാ സുരയ്യയുടെ എഴുത്തുകളായിക്കോട്ടെ, അതുപോലെ തന്നെ KR മീരയുടെ പുസ്തകങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വേറെ കുറേ അതായത് MTയുടെ പുസ്തകത്തിൽ നിന്ന് KR മീരയിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയോ? ഒരുപാട് കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബിനീഷ് പുതുപ്പണത്തിൻ്റെയും നിമ്ന വിജയുടെയും പുസ്തകത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുന്നുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ, നിങ്ങൾ പണ്ട് MT എഴുതിയ മഞ്ഞുണ്ടല്ലോ, ബാലാമണി അമ്മ എഴുതിയ പുസ്തകമുണ്ടല്ലോ, അതേ ഭാഷ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ ഇവിടെ
ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. ഇത് എത്രമാത്രം പരിതാപകരമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ദു മേനോനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. ഇന്ദു മേനോന്റെ പ്രശ്നം എന്താണ്? ഇന്ദു മേനോൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജൻ ജൂറിയെ പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് സ്വാധീനിച്ചുകൊണ്ടാണ് ഈ അവാർഡ് വാങ്ങിയത്. എന്തെങ്കിലും തെളിവുണ്ടോ ഇവരുടെ കയ്യിൽ? ഇനി ഇവർക്ക് കിട്ടിയപ്പോൾ ഇവർ ആരെ സ്വാധീനിച്ചിട്ടാ? അത് ഞാനത് രണ്ടാമത് പറയുന്ന ഈ ഇന്ദു മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആരെയോ സ്വാധീനിച്ച് വാങ്ങിയതിന്റെ അനുഭവത്തിന്റെ ഗുണത്തിൽ ആ ഒരു ഓർമ്മയിൽ നിന്നായിരിക്കണം അഖിൽ പി ധർമ്മജനെ കൊണ്ട് ഇത്ര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ ക്രിത്താർട്സിന്റെ കാര്യം പറഞ്ഞത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. സ്വാധീനം ഉപയോഗിച്ച് സ്പെഷ്യൽ റൂൾ ഉപയോഗിച്ച് അവിടെ ഫാക്കൽറ്റിയായി അവർ ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവർ ഇങ്ങനെ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് വേറൊരു കാര്യം കൂടി പറയട്ടെ ചേച്ചി. അതായത് ഇടതുപക്ഷ പുരോഗമന സിംഹങ്ങൾ എന്നാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് ആണല്ലോ. എന്നിട്ട് ഇന്ദു മേനോന്റെ പേരിന്റെ വാല് മേനോൻ എന്നുള്ളതാണ്. ജാതി പേര് ചേർത്ത് വാല് വെച്ചിട്ട് മാത്രം നടന്നാൽ മാത്രമാണ് കമ്മ്യൂണിസം പൂത്തുലയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അല്ല, അത് ജാതി അല്ല, അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്തോ പഴത്തിന്റെ മിഡിൽ കഷ്ണം പോലെ ഫീൽ ചെയ്യും ആ മേനോൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ. അങ്ങനെയല്ല, ജാതിവാല് പോയാൽ ഇൻകംപ്ലീറ്റഡ് ആയി പോകും എന്ന എന്റെ വ്യക്തിത്വം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ജാതി ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവരാണ് ഗോത്രവർഗത്തിന്റെ പുരോഗമനത്തിനായിട്ടും അവർക്ക് വേണ്ടിയിട്ടുമുള്ള സ്ഥാപനങ്ങളിൽ ഫാക്കൽറ്റി ആയിട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അതാണ് വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത മനുഷ്യനാണ്. കോഴിക്കോടിൻ്റെ തെരുവുകളിലൂടെ തൻ്റെ പുസ്തകം പിന്നെ എന്താണ് എഴുതി അത് പിന്നെ ഈ പറയുന്ന പോലെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആളില്ലാതെ പല സ്ഥലങ്ങളിലൂടെയും കയറി ഇറങ്ങി ഒരുപാട് ആളുകൾ തിരസ്കരിക്കപ്പെട്ട് ബസ്സുകളിലൂടെയും ട്രെയിനിലൂടെയും കൊണ്ടുപോയി പുസ്തകം വിറ്റ് അത് വായിച്ച ആളുകൾക്ക് വളരെയധികം അത് എന്താണ് ഞാൻ ഈ പറയുന്നത് പോലെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇത് പതിയുകയാണെങ്കിൽ ഞാനത് നാലാളോട് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞ് അതിന് ഒരു നല്ല ഒരു സ്വീകാര്യത കിട്ടിയ ശേഷം ഉയർന്നു വന്ന വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽ പി ധർമ്മജൻ. ആ ആളെ കൊണ്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? റാം എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് പുസ്തകത്തിന് അവാർഡ് കിട്ടിയത് എന്ന്. എന്ത് തരത്തിലുള്ള പിന്നെ ഇതാണ് ഇവരുടെ തലയിൽ ഉദിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിനെതിരെ പ്രതികരിച്ചോ? അതായത് ഇവിടുത്തെ CPM-ന്റെയും ഇവിടുത്തെ കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരുണ്ടല്ലോ, ഇവരൊന്നും തന്നെ ഇന്ദു മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല. ശ്രീകുമാരൻ നമ്പി സാർ മാത്രമാണ് പ്രതികരിച്ചത്. പക്ഷേ ശ്രീകുമാരൻ നമ്പി സാർ മാത്രമല്ല, കൽപ്പറ്റ നാരായണ മാഷ്, എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യമാണ്, കൽപ്പറ്റ നാരായണ മാഷ് ഈ കാര്യത്തിനെതിരെ സംസാരിച്ചു. ഇങ്ങനെയല്ല അവാർഡ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. മറ്റു പല എഴുത്തുകാർക്കും ഇവർ പരസ്യമായി വന്ന് പറയാത്തത് ആളുകളുടെ പിന്നെ തെറി കേൾക്കും എന്നുള്ളത് കൊണ്ടാണ്. പല എഴുത്തുകാർക്കും പ്രശ്നമുണ്ട്. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ നിന്ന് ഈ ജലസി വിട്ടു പോവാതെ ഇവരെന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്. പിന്നെ ഇപ്പം ഞാൻ വേറെ പറയും, ഈ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ്, സിനിമാ പാട്ട് എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ് രാജു വള്ളിക്കുന്നം എന്ന് പറഞ്ഞ്, എനിക്ക് പറയാതെ പോയാൽ എനിക്കതൊരു സങ്കടമായി, അതുകൊണ്ടാണ് ഞാൻ പേരുൾപ്പെടെ പറയുന്നത്. അപ്പോൾ അതിന് മറുപടി ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. നല്ല അറിവാണല്ലോ തമ്പി സാറിനെ കുറിച്ച്, എന്തറിയാം താങ്കൾക്ക്? ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒരാളെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഇതിന് വന്ന് കമൻ്റ് ഇടുന്ന ആൾക്ക് അഖിൽ പി ധർമ്മജനെ അറിയില്ല. ഇയാൾ ചിലപ്പോൾ ആ പുസ്തകം പോലും വായിച്ചിട്ടുണ്ടാവില്ല, അങ്ങ് ചുമ്മാ തള്ളുകയാണ്. അതുപോലെ ഇതുപോലത്തെ അസൂയപ്പെടാൻ മാത്രം അല്പനല്ല ഞാൻ തമ്പി സാർ, അദ്ദേഹത്തെ ഒരുപാട് പേര് പുകഴ്ത്തി വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഈ ചില ആൾക്കാർ സിനിമാക്കാരനല്ലേ അദ്ദേഹത്തെ പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും അറിയാതെയാണ് വന്ന് ഈ കമൻ്റ് ഇടുന്നത്. അല്ല, ഈ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ പാട്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ അതിർവരമ്പുകൾ കടന്നു പോയ ഒരു പാട്ട് എഴുതിയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ വില അറിയണമെങ്കിൽ ആ മനുഷ്യനെ പറ്റി അറിയണം. ആ ഒരു വാക്ക് പറഞ്ഞ അയാൾക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ ഈ സിനിമാക്കാരനല്ലേ പുച്ഛിച്ച് പറയുകയാണ്? അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ചില ഈ എഴുതുന്ന 1-2 അക്ഷരങ്ങൾ എഴുതി താൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവം. ജനങ്ങൾ സ്വീകരിക്കപ്പെട്ട് ജനങ്ങൾ പിന്നെ എത്രത്തോളം ആ പുസ്തകം ആക്സെപ്റ്റ് ചെയ്യുന്നു അവരാണ് അതിൻ്റെ എന്ത് തീരുമാനിക്കേണ്ടത്, ജഡ്ജ്മെന്റ് തീരുമാനിക്കേണ്ടത്. ഇതേ ആളുകൾ തന്നെ പറയുമല്ലോ, ഏതെങ്കിലും പിന്നെ
സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങളല്ല അംഗീകരിക്കേണ്ടതെന്ന് പറയും. നേരെ തിരിച്ച് ഇങ്ങനെയല്ല മറ്റു ചില കാര്യങ്ങളിൽ ഇവർ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവരുടെ ഈ അസൂയയും കുശുമ്പും ജലസിയും പിന്നെ എപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് ഞങ്ങൾ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തിക്കല്ല എതിരെ, ഞങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ഇന്ന എന്താണ് സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. നിങ്ങളായിട്ട് ഇന്ന സാഹിത്യത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള നിർബന്ധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഇവിടെ നോക്കണം, ഒരു യുവ എഴുത്തുകാരൻ അവാർഡാണ് കൊടുത്തിരിക്കുന്നത്, അപ്പം തന്നെ പൊള്ളി. അത് നിങ്ങൾ അങ്ങനെയാണ് ഇവർ കരുതുന്നെങ്കിൽ അതൊക്കെ 8 മടക്കി 4 മടക്കിയിട്ട് 8 ചുരുട്ടിയിട്ട് ഇവരെ കീശയിൽ വെച്ച് കൊള്ളുക എന്നുള്ളത് മാത്രമാണ്. ജനങ്ങൾ തിരസ്കരിച്ചാൽ ഇവരൊക്കെയും സാധാരണ മനുഷ്യന്മാരാണ്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിലമ്പൂരിൽ ഇങ്ങനത്തെ കുറേ ആളുകൾ പോയിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് വിജയിപ്പിക്കണം, ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂമരത്തെ പുകയത്തിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലം ആർക്ക് കിട്ടി? എം സ്വരാജിന് കിട്ടി. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ ലാലാല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനം. ഇത്രയേ ഉള്ളൂ ഈ സാംസ്കാരിക നായകരൊക്കെ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.